ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തിയേറ്ററുകളിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ വിവിധ ഭാഷകളിലെ വിവിധ സിനിമകളുടെ ഇന്നലെ സെപ്റ്റംബർ 27 ശനിയാഴ്ച വരെയുള്ള കേരള കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം നമുക്ക് ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ കളക്ഷനിലേക്ക് വന്നാൽ 31 ദിവസം കൂടിയ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,26,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 109,90,00,000 രൂപയാണ് ആദ്യം 31 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രമാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമ കഴിഞ്ഞ ദിവസം OTT റിലീസ് പൂർത്തിയാക്കിയിരുന്നു. സിനിമ OTTയിൽ വന്നെങ്കിലും ഇന്നലെയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 4 ലക്ഷം രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 41,96,00,000 രൂപയാണ് ഈ സിനിമയുടെ 31 ദിവസത്തെ കേരള കളക്ഷൻ. മൂന്നാമത്തെ സിനിമ ഉണ്ണി ശിവലങ്ക തിരക്കഥ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെ ബാൾട്ടിയാണ്. ഷൈൻ നിഗം, ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസ്രാണി, സെൽവരാഘവൻ, അൽഫോൺസ് പുത്രൻ, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,09,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 2 ദിവസം കൊണ്ട് 1,94,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കരം. നോബിൾ ബാബു തോമസ്, ഇവാൻ ബുക്കോ മനോവിച്ച്, ഓട്രി മറിയം ഹേനസ്റ്റ്, രേഷ്മ സെബാസ്റ്റ്യൻ, മനോജ് കെ ജയൻ, ബാബുരാജ്, കലാഭവൻ ഷാജോൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 15,80,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. മൊത്തം 92 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ. പവൻ കല്യാണിന്റെ ഏറ്റവും പുതിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ ദേ കോൾ ഹിം ഓജി സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് തമിഴ് തെലുങ്ക് പതിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളം പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇമ്രാൻ ഹാഷ്മി, പ്രിയങ്ക മോഹൻ, അർജുൻ ദാസ്, ശ്രിയ റെഡ്ഡി, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 6,70,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3 ദിവസം കൊണ്ട് 28,40,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. ആസിഫ് അലി നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെ മലയാള സിനിമയാണ് മിറാജ്. ഈ സിനിമ 9 ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 22,60,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 4,91,00,000 രൂപയാണ് ആദ്യ 9 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. മുഹാഷിൻ സംവിധാനം ചെയ്ത വള എന്ന സിനിമയും സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയത്. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ നവറാൻ, വിജയരാഘവൻ, രവീണ രവി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 9 ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 2,14,000 രൂപയാണ് കളക്ട് ചെയ്തത്. 9 ദിവസം കൊണ്ട് 94 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ജാപ്പനീസ് ആനിമേഷൻ സിനിമയായ ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ 16 ദിവസം ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 3,87,000 രൂപയാണ് കളക്ട് ചെയ്തത്. 4,87,00,000 രൂപയാണ് 16 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച കേരളത്തിൽ റിലീസ് ചെയ്ത ജാപ്പനീസ് ആനിമേഷൻ സിനിമയാണ് ചെയിൻസോ മാൻ ദി മൂവി റെസെ ആർക്ക്. ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 4,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 8,40,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ സിനിമയായ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച കേരളത്തിലും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 7,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 13,20,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അപ്പോൾ ഈ വീഡിയോ വഴി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കേരളത്തിലെ കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ, GCC, ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെ മറ്റൊരു വീഡിയോ വഴി പങ്കുവയ്ക്കുന്നതാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.